നിൽക്കായിരുന്നു. ഇപ്പം മന്ത്രി ഉറപ്പിച്ച് പറഞ്ഞ് തീർച്ചയായിട്ടും വരും, 300 കോടി രൂപ ചിലവാക്കുന്നൊക്കെ പറഞ്ഞത്, അത് സ്പോൺസറായിട്ട് കണ്ടെത്തുന്നൊക്കെ പറഞ്ഞു. നമ്മൾ വിശ്വസിക്കുകയാണ് വരുമെന്ന്. റിപ്പോർട്ടർ TV തന്നെയാണ് സ്പോൺസർ. റിപ്പോർട്ടർ TV ആണ് ഇതിൻ്റെ സ്പോൺസർ. അതുകൊണ്ട് വിശ്വാസം 100% നമുക്കറിയാൻ വരും എന്ന് ഉറപ്പാണ്. എന്താ പറയുക? ഇന്നലെ രാത്രി മന്ത്രിൻ്റെ ഫേസ്ബുക്ക്, ഇന്ന് രാവിലെ റിപ്പോർട്ടർ TVയിലോട്ടുള്ള മന്ത്രിൻ്റെ ബൈറ്റും കൂടി കണ്ടപ്പോൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ പെരുന്നാളായി. കാരണം ഇതിലും വലിയൊരു സന്തോഷമല്ല. ലോകകപ്പ് ജേതാക്കളായ അർജൻറ്റീനയും ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയും കേരളത്തിൽ കളിക്കാൻ വരുന്നതെന്നുള്ള വിവരം അറിഞ്ഞത് മുതൽ അത് എന്നയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ആശങ്കകളൊക്കെ ഇന്നലത്തോടു കൂടി നീങ്ങിയതിൽ വലിയ ആഹ്ലാദമുണ്ട്. ഈ സന്ദർഭത്തിൽ മന്ത്രിയെയും സർക്കാരിനെയും അതിലെല്ലാം ഉപരി റിപ്പോർട്ടർ TV കമ്പനിനെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഓക്കെ, ഇതിൽ മെസ്സി ആരാധന, അർജന്റീന ആരാധന എന്താ പറയാ? മെസ്സി വന്നാലില്ലെങ്കിലും ഇന്ത്യ കളിക്കണം, എതിർ ടീം. അത് നടക്കുമോ? അത് നടക്കണം. അതാണ് നമ്മൾ ആഗ്രഹം. മെസ്സിയെ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. സന്തോഷം. നിങ്ങളൊക്കെ ഏതാ ടീം? പല ടീമുണ്ട്. ഞാൻ പോർച്ചുഗലാണ്. പക്ഷെ മെസ്സിനെ പോലത്തെ ഒരു ഇതിഹാസ താരം കേരളത്തിലേക്ക് വരുന്നതിനോട് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇനി മെസ്സി ഇവിടെ വന്നിട്ട് മെസ്സിക്ക് കളിക്കാൻ ഇന്ത്യ ടീം ഇല്ലെങ്കിൽ ഇവിടെ നെയ്നാൾപ്പിൽ നമ്മൾ 11th ടീം ഇറങ്ങും. അത് കൊള്ളാം. മെയിൻ പ്ലെയറാണിത്. സുജ പറഞ്ഞത് അതായത് ഏതൊരു ടീം ഇല്ലെങ്കിൽ ഞങ്ങൾ കളിക്കാൻ തയ്യാറാണെന്നാണ് നൈനമളപ്പുകാർ പറയുന്നത്. നല്ല ടീമുണ്ട് കേട്ടോ ഇവിടെ. ഉഷാറാവട്ടെ. നൈനാൻ വളപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നൈനാൻ വളപ്പുകാർക്ക് എല്ലാവർക്കും എന്റെ വകയും റിപ്പോർട്ടറിന്റെ വകയും ഒരു ഈദ് മുബാറക്ക് കൂടി കൊടുത്തോളൂ സിനോജ്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ താങ്ക് യു സിനോജ്. കളറാവട്ടെ. കൂടുതൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു. മിശിഹായെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇനി ആ വരുന്ന ദിവസം